ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. സൈഡ് ഡിഷാണ്. അപ്പോൾ ഞാൻ മുട്ടുപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടുപ്പേരി എന്ന് ഞാൻ പറയുന്ന പേരാണ്, ഇതിന് വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനും വേണ്ടിയിട്ട് ഒരു സവോള, വലിപ്പമുള്ളൊരു സവോള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് നീളനെ നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അടുപ്പത്ത് ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുട്ടികൾക്ക് കൊടുക്കണ കാരണം കേട്ടോ വല്ലാതെ എരിവിടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പെട്ടെന്ന് ഒന്ന് സവോള വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളെന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടും അടിപൊളി ടേസ്റ്റാണ്. രണ്ടിലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി സെറ്റായി വരുമ്പോൾ അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. ഒരുപാട് നമ്മുടെ കണക്കനുസരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് അതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു കുനു പോലെ ആയി കിട്ടണം നമുക്ക്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവം. അപ്പം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മുട്ടപ്പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.